DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകാരും പിങ്ക് റേഷൻ കാർഡുള്ളവരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ അറിയിപ്പാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വന്നിരിക്കുന്നത്. അതിനാൽ വീഡിയോ പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൂടുതൽ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ നൽകുവാനും മറക്കാതിരിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ഓരോ വിഭാഗം റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വ്യത്യസ്തമാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് കൂടുതൽ ഭക്ഷ്യവിഹിതങ്ങൾ സൗജന്യമായി ലഭിക്കുന്നതിനോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അത്തരം റേഷൻ കാർഡുകൾ അവരെ അർഹരാക്കുകയും ചെയ്യുന്നു. എന്നാൽ നീലവെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് ഭക്ഷ്യവിഹിതങ്ങൾ കുറവാണെന്ന് മാത്രമല്ല, അവ സൗജന്യവുമല്ല. മാത്രമല്ല, വിവിധ കേന്ദ്ര സംസ്ഥാന ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷിക്കുവാനും സാധിക്കുകയില്ല. എന്നാൽ APL വിഭാഗം റേഷൻ കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡുകൾ സൗജന്യ റേഷനും കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്ന BPL റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാൻ സാധിക്കും. ഇങ്ങനെ മാറുന്നതിനുള്ള അപേക്ഷ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ഈ മാസം 27-ാം തീയതി മുതൽ നീലവെള്ള കാർഡുകാർക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി സിറ്റിസൺ ലോഗിൻ പോർട്ടലായ e-citizen.civilsupplieskerala.gov.in മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കാം. നിലവിലെ നീലവെള്ള റേഷൻ കാർഡുകാരുടെ അപേക്ഷകൾ സ്വീകരിച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നീലവെള്ള റേഷൻ കാർഡുകാർക്കാണ് BPL റേഷൻ കാർഡായ പിങ്ക് കാർഡ് ലഭിക്കുക. BPL റേഷൻ കാർഡുകളുടെ എണ്ണത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനത്തും ഓരോ ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ എണ്ണം BPL കാർഡുകൾ ഒരു സംസ്ഥാനത്തിന് നൽകുവാൻ കഴിയില്ല. അതിനാൽ നിലവിലെ BPL കാർഡുകളിൽ വരുന്ന ഒഴിവുകൾ അനുസരിച്ചാണ് നീലവെള്ള റേഷൻ കാർഡുകാരെ BPL കാർഡിലേക്ക് മാറ്റുന്നത്. പുതുതായി അപേക്ഷിക്കുന്ന എല്ലാവർക്കും വെള്ള റേഷൻ കാർഡാണ് ആദ്യം നൽകുക. തുടർന്ന് അർഹരായവരെ ഇപ്പോൾ വന്നതുപോലെ പ്രത്യേകം അപേക്ഷ ക്ഷണിച്ച് അവരുടെ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഒഴിവുകൾക്ക് അനുസരിച്ച് കാർഡ് PHH പിങ്ക് കാർഡായി തരം മാറ്റി നൽകുകയാണ് വർഷങ്ങളായി ചെയ്തു വരുന്നത്. ഇനി മുൻഗണന പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ട അർഹതകൾ എന്തൊക്കെയാണെന്നും അതിൽ തന്നെ അപേക്ഷയ്ക്ക് മുൻഗണന ലഭിക്കുവാൻ വേണ്ട ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. നിലവിലെ പിങ്ക് റേഷൻ കാർഡുകാർ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ആ കാർഡ് തിരികെ നൽകി പകരം വെള്ള റേഷൻ കാർഡിലേക്ക് മാറേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്ത പക്ഷം പരിശോധനകളിലൂടെ ആ കാർഡ് പിടിച്ചെടുക്കുകയും അതുവരെ വാങ്ങിയ സൗജന്യ റേഷന്റെ മാർക്കറ്റ് വില പലിശ സഹിതം ഈടാക്കുന്നതും അവരെ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണെന്ന കാര്യവും അറിഞ്ഞിരിക്കുക. പിങ്ക് റേഷൻ കാർഡിനായി അപേക്ഷിക്കുന്ന നീലവെള്ള റേഷൻ കാർഡുകാരുടെ പരിശോധിക്കപ്പെടുന്ന മാനദണ്ഡങ്ങളിൽ ആദ്യത്തേത് കുടുംബാംഗങ്ങളുടെ തൊഴിലും വരുമാനവുമാണ്. അപേക്ഷിക്കുന്ന കുടുംബത്തിൽ ആരെങ്കിലും സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരായോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കൂടാതെ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവരോ അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ കൂടുതൽ ഉള്ളവരോ അംഗങ്ങളായ കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഭൂമിയുടെയും വീടിന്റെയും വിസ്തീർണവുമായി ബന്ധപ്പെട്ട ചില കർശന നിബന്ധനകളും ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട്. സ്വന്തമായി ഒരേക്കറിലധികം ഭൂമി കൈവശമുള്ള കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇതുകൂടാതെ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക കോൺക്രീറ്റ് വീടോ ഫ്ളാറ്റോ സ്വന്തമായി ഉള്ളവർക്കും BPL റേഷൻ കാർഡിനായി അപേക്ഷിക്കാൻ സാധിക്കില്ല. കൂടാതെ കുടുംബത്തിൽ ആരെങ്കിലും ആദായ നികുതി കൊടുക്കുന്നവരുണ്ടെങ്കിലും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. വാഹനങ്ങളുടെ ഉടമസ്ഥതയാണ് മറ്റൊരു പ്രധാന മാനദണ്ഡം. കുടുംബത്തിൽ സ്വന്തമായി 1000 cc കൂടുതലുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 4 ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണനാ കാർഡിന് അപേക്ഷിക്കുവാൻ അർഹതയില്ല. എന്നാൽ ഉപജീവന മാർഗത്തിനായി ടാക്സി കാറോ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പിക്കപ്പ് വാനോ ഉള്ളവർക്ക് ഈ നിബന്ധനയിൽ ഇളവുണ്ട്. ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും ഏറ്റവും അർഹരായവരെ കണ്ടെത്തുന്നതിനായി സർക്കാർ ചില പ്രത്യേക മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമതായി പരിഗണിക്കുന്നത് മാരകമായ രോഗങ്ങൾ ബാധിച്ചവരുള്ള കുടുംബങ്ങളെയാണ്. ക്യാൻസർ ബാധിതർ, എയ്ഡ്സ് ബാധിതർ, ഗുരുതരമായ വൃക്കരോഗങ്ങളുള്ളവർ, ഹൃദ്രോഗം ബാധിച്ചവർ അല്ലെങ്കിൽ പൂർണ്ണമായും കിടപ്പിലായ രോഗികൾ എന്നിവരുള്ള കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് മാറ്റത്തിൽ ആദ്യ പരിഗണന ലഭിക്കുന്നതാണ്. രോഗബാധിതർക്ക് പുറമെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കൈത്താങ് ആവശ്യമുള്ള മറ്റ് ചില പ്രത്യേക വിഭാഗങ്ങൾക്കും മുൻഗണന നൽകി വരുന്നുണ്ട്. ഓട്ടിസം അല്ലെങ്കിൽ മറ്റു മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾ, ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിർധനർ, ഭർത്താവ് ഉപേക്ഷിക്കുകയോ മരണപ്പെടുകയോ ചെയ്ത അഗതികളായ വിധവകൾ, താങ്ങാൻ മറ്റാളുകളില്ലാത്ത ഒറ്റപ്പെട്ട സ്ത്രീകൾ എന്നിവരടങ്ങുന്ന കുടുംബങ്ങളെ മുൻഗണനാ കാർഡ് വിതരണത്തിൽ പ്രത്യേകമായി പരിഗണിക്കാറുണ്ട്. റേഷൻ കാർഡ് മാറ്റുന്നതിനായി അപേക്ഷകൾ ലഭിച്ച ശേഷം സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഓരോ അപേക്ഷയും കൃത്യമായ സ്കോറിംഗ് രീതിക്ക് വിധേയമാക്കും. അപേക്ഷകരുടെ വീടിന്റെ അവസ്ഥ, കുടുംബത്തിന്റെ സാമൂഹിക സാഹചര്യം, രോഗാവസ്ഥ എന്നിവ വിലയിരുത്തി മാർക്കുകൾ നൽകുകയും അതിനുശേഷം ഒരു ഹിയറിംഗ് നടത്തുകയും ചെയ്യും.
ഈ പരിശോധനകൾക്ക് ശേഷം കുറഞ്ഞത് 30 മാർക്കെങ്കിലും ലഭിക്കുന്ന അപേക്ഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു താലൂക്ക് അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഒഴിവനുസരിച്ച് BPL പിങ്ക് റേഷൻ കാർഡുകൾ നൽകും. BPL കാർഡിലേക്ക് മാറ്റിയ വിവരം മെസ്സേജിലൂടെയും നേരിട്ടും അറിയിക്കുന്നതാണ്. അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. വർഷത്തിൽ ഒന്നോ അതിലധികമോ തവണ ഇത്തരത്തിൽ അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട്. എല്ലായ്പ്പോഴും നമ്മുടെ ചാനലിലൂടെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. പുതിയ സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ BPL കാർഡിലേക്കുള്ള മാറ്റത്തിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ജൂൺ 27 തീയതി മുതൽ ജൂലൈ മാസം 17 തീയതി വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, രോഗവിവരങ്ങൾ തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിർബന്ധമായും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതാത് സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പുതിയ പിങ്ക് കാർഡുകൾ അനുവദിക്കുക. കേരളത്തിൽ നിലവിൽ 4 പ്രധാനതരം റേഷൻ കാർഡുകളാണ് നിലവിലുള്ളത്. ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്കുള്ള AAY മഞ്ഞ കാർഡ്, BPL വിഭാഗത്തിൽപ്പെടുന്ന പിങ്ക് കാർഡ്, സബ്സിഡി ലഭിക്കുന്ന നോൺ പ്രയോറിറ്റി വിഭാഗമായ നീലക്കാർഡ്, യാതൊരുവിധ സബ്സിഡിയുമില്ലാത്ത പൊതുവിഭാഗമായ വെള്ളക്കാർഡ് എന്നിവയാണവ. ഓരോ കാർഡിനും ലഭിക്കുന്ന അരി, ഗോതമ്പ്, മണ്ണെണ്ണ തുടങ്ങിയ റേഷൻ വിഹിതങ്ങളിലും അവയുടെ വിലയിലും വലിയ വ്യത്യാസമുണ്ട്. മുൻഗണനാ കാർഡുകളിലേക്ക് മാറുന്നതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതികളുടെ ആനുകൂല്യവും പൂർണ്ണമായും ലഭിക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കും. അതിനാൽ വെള്ള, നീല റേഷൻ കാർഡുള്ള അർഹരായ ഉപഭോക്താക്കൾ തങ്ങളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി ആവശ്യമായ രേഖകൾ സഹിതം എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. സ്വന്തമായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടാം. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ സ്റ്റാറ്റസ് ഓൺലൈൻ വഴി ട്രാക്ക് ചെയ്യാനും നിലവിൽ സംവിധാനമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പ്രദേശത്തെ റേഷൻ ഇൻസ്പെക്ടറുമായോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.